നിങ്ങളെല്ലാവരും DED സ്റ്റുഡൻസ് അല്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എല്ലാവരും അധ്യാപകരാവാൻ പോകുന്നവരാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം, നിങ്ങൾ 100% ഇഷ്ടത്തോടു കൂടിയാണോ ഈ പ്രൊഫഷനിലേക്ക് വരുന്നത്? ആണോ? മോള് യഥാർത്ഥത്തിൽ എന്താവാനാണ് ആഗ്രഹിക്കുന്നത്? ഫാഷൻ ഡിസൈനറാണ്. ഫാഷൻ ഡിസൈനർ. മോള് പോലീസാണ്. IPS ഓഫീസറാണോ? അല്ല, സാധാരണ പോലീസ്. അല്ല, സാധാരണ പോലീസ്. ഓക്കെ. ആൻഡ് വാട്ട് അബൌട്ട് യു? എനിക്ക് ആർട്ടിസ്റ്റ് ആവണമെന്നാണ് ആഗ്രഹം. മോള് വരയ്ക്കുമോ? പിന്നെ എന്തുകൊണ്ട് ആർട്ടിസ്റ്റ് ആയിക്കൂടാ? അതിപ്പോ പാരന്റ്സ് അവർക്ക് ഓരോ ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മക്കൾ ഇന്നതാവണമെന്ന് പാരന്റ്സിന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലേക്ക് തന്നെയാണ് വിടണത്. അതുകൊണ്ടാണ്. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഇഷ്ടത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്നർത്ഥം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അധ്യാപകരാവാൻ പോകുന്നവരാണ്. നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്ന കുട്ടികൾ, പുതിയ തലമുറ, അവരെ നിങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. അവരുടെ പ്രണയമുള്ള മേഖല അത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, ജീവിതത്തിൽ ആരാണ് വിജയിക്കുന്നത്? ഒരുപാട് പണമുണ്ടാക്കി അതിൻ്റെ മുകളിൽ സുഖിച്ച് ജീവിക്കുന്ന ഒരാളാണോ ജീവിതത്തിൽ വിജയിക്കുന്നത്? അല്ല. കൊട്ടാരം മാതിരി ഒരു വലിയ വീടുണ്ടാക്കി, ഒരു മണിമാളിക ഉണ്ടാക്കി അതിനകത്ത് അതിസമൃദ്ധമായിട്ട് ജീവിക്കുന്ന ഒരാളാണോ ജീവിതത്തിൽ വിജയിക്കുന്നത്? അല്ല. ജീവിതത്തിൽ വിജയിക്കുന്നത് അത്രമാത്രം ഇഷ്ടമുള്ള, പ്രണയമുള്ള ഒരു മേഖലയിൽ അതേ പ്രണയത്തോടുകൂടി ജീവിതത്തിൻ്റെ അവസാനം വരെ നമുക്ക് ജീവിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ കാണേണ്ടത് ആ കുഞ്ഞുങ്ങൾ പുതിയ ലോകത്തേക്കാണ് പിറന്നു വീഴുന്നത്, ഡിജിറ്റൽ ലോകത്തേക്കാണ് പിറന്നു വീഴുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. എന്താ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? കൃത്രിമ ബുദ്ധിയല്ല, നിർമ്മിത ബുദ്ധി എന്ന് നമുക്ക് പറയാം. 2020 മുതലൊക്കെ വ്യാപാര മേഖലകളും വ്യവസായ മേഖലകളും ഒക്കെ പിടിച്ചടക്കാൻ പോകുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ കുട്ടികൾ സ്വപ്നം കാണേണ്ടത് പുതിയ ലോകത്തെക്കുറിച്ചാണ്. നമ്മൾ ഇതുവരെ നേരിട്ട വെല്ലുവിളികളെ പോലെയുള്ള വെല്ലുവിളികളല്ല ഇനിയുള്ള തലമുറ നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർദ്ദേശിക്കുന്ന പരിഹാരമല്ല അവരുടെ മുമ്പിൽ ഉണ്ടാവേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ, അത് വ്യത്യസ്തമാണ്. നിങ്ങളൊരു കഥ പഠിച്ചിട്ടില്ലേ കുട്ടിക്കാലത്ത്? അതായത് ഒരു ഒരു തൊപ്പി വിൽക്കുന്ന ഒരാൾ, അയാളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പഠിച്ചിട്ടില്ലേ? ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നു, അദ്ദേഹം തലയിൽ തൊപ്പി വെച്ചുറങ്ങുന്നു. കൊട്ടയ്ക്കകത്ത് ഒരുപാട് തൊപ്പികളുണ്ടായിരുന്നു. മരത്തിൻ്റെ മുകളിലുള്ള കുരങ്ങന്മാരെല്ലാം ഇയാൾ ഉറങ്ങുന്ന സമയത്ത് നേരെ താഴെ വന്ന തൊപ്പികളെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് മരത്തിൻ്റെ മുകളിലിരിക്കുകയാണ്. ഇയാൾ ഉണർന്ന് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ച കൊട്ട കാലിയായിരിക്കുന്നു, കുരങ്ങന്മാരുടെ തലയിലെല്ലാം തൊപ്പിയാണ്. ഇയാൾ എന്ത് ചെയ്തു? അയാളുടെ തലയിലുണ്ടായിരുന്ന തൊപ്പിയും മുകളിലേക്ക് എറിഞ്ഞു. കുരങ്ങന്മാർ അനുകരിക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ അവരുടെ തലയിലുണ്ടായിരുന്ന തൊപ്പിയും താഴേക്ക് എറിഞ്ഞു. അല്ലേ? ഈ തൊപ്പികളുമായിട്ട് അദ്ദേഹം നടന്നുപോയി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഘട്ടമുണ്ട്. ഇയാൾ എന്ത് ചെയ്തു? ഇയാളുടെ മകൻ ഒരു തൊപ്പി വിൽക്കുന്ന ആളാവണമെന്ന് ഇയാൾ ശഠിച്ചു. മറ്റൊരാഗ്രഹത്തിനും വിട്ടുകൊടുക്കാതെ അയാളെ തൊപ്പി വിൽപ്പനക്കാരനാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഈ അച്ഛൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെക്കുറിച്ച്, നേരിടേണ്ട വെല്ലുവിളികളെക്കുറിച്ച്, അത് പരിഹരിക്കാനുള്ള മാർഗ്ഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. കൂട്ടത്തിൽ ഈ കഥയും പറഞ്ഞിരുന്നു. ഈ മകനും ഇതുപോലെ തന്നെ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം തൊപ്പി വിൽക്കാൻ വേണ്ടി പോകുന്നു. അതേ മരത്തിൻ്റെ അടിയിൽ ഇരുന്നുറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ തൊപ്പിയുണ്ടായിരുന്നു. കുരങ്ങന്മാരെല്ലാം താഴേക്ക് വന്നു, കൊട്ടയിലുണ്ടായിരുന്ന തൊപ്പിയെല്ലാം എടുത്ത് തലയിൽ വെച്ചിരുന്നു. ഇയാൾ ഉണർന്നു നോക്കിയ സമയത്ത് കുരങ്ങന്മാർ മുകളിലിരിക്കുന്നു, തലയിൽ തൊപ്പിയും വെച്ച്. ഒരു പുച്ഛച്ചിരിയോടുകൂടി അച്ഛൻ പറഞ്ഞു കൊടുത്ത മാർഗം അവലംബിച്ചുകൊണ്ട് തലയിലിരിക്കുന്ന തൊപ്പിയെടുത്ത് മുകളിലേക്ക് എറിഞ്ഞു. ഒരു കുരങ്ങനത് ചാടിപ്പിടിച്ചു. തൊപ്പിയില്ലാത്ത ഒരു കുരങ്ങൻ്റെ തലയിൽ അണിയിച്ചുകൊണ്ട് ഒന്ന് പല്ലിളിച്ച് കാണിച്ചു. ആ കുരങ്ങൻ മനസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ അച്ഛനും ഈ കഥ എനിക്ക് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ നിൻ്റെ അച്ഛൻ പറഞ്ഞു തന്ന പരിഹാരമല്ല എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നത്. കാലത്തിനനുസരിച്ച് വെല്ലുവിളികൾ മാറിക്കൊണ്ടിരിക്കും, അതിനനുസരിച്ച് പരിഹാര മാർഗ്ഗങ്ങളും മാറേണ്ടിയിരിക്കുന്നു. ഇതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കുട്ടികൾ ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കണ്ണുകൾ തുറന്നിരിക്കട്ടെ, കാതുകൾ തുറന്നിരിക്കട്ടെ, ഹൃദയം തുറന്നിരിക്കട്ടെ. ആ പുതിയ മേഖലയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല ഇന്ന വെല്ലുവിളികളാണ് ഇനി നേരിടാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. ആ വെല്ലുവിളികളിലേക്ക് അവർ നടന്നടുക്കുമ്പോൾ സ്വയം അവർ പരിഹാര മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കണം. അതിനനുസരിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള കഴിവാണ് നിങ്ങൾ ആ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്.